വിത്ത് യുവർ പ്രോഫസി. പ്രവചനത്തിന് തക്കവണ്ണം യുദ്ധം ചെയ്യുക. പ്രവചനം അല്ലെങ്കിൽ പ്രോഫസി. ആരെങ്കിലും ഒരാൾ പ്രവചനം പറഞ്ഞെന്നിരിക്കട്ടെ, പ്രവചനം ചെറുതാണെങ്കിൽ യുദ്ധം ചെറുതാണ്. പക്ഷെ പ്രവചനം വലിയ കാര്യമാണെങ്കിൽ യുദ്ധം വലുതാണ്. യുദ്ധമില്ലാതെ നേടത്തില്ല. അയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ വന്ന് പറഞ്ഞു പോയി അതെനിക്ക് ലഭിക്കുമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് അവിടെ ഇരിക്കും, കിട്ടത്തില്ല. പ്രവചനത്തിനനുസരിച്ചുള്ള യുദ്ധമുണ്ട്. വലിയ അതായത് എക്സാമ്പിൾ എടുക്കാമെങ്കിൽ ദാവീദിനെ കുറിച്ച് ദൈവത്തിന് രാജാവാക്കണമെന്നും ദാവീദിൻ്റെ കാലത്ത് ആലയം പണിയിപ്പിക്കണമെന്നും ദാവീദ് രാജ്യം ഏറ്റവും വിസ്തീർണമാക്കണമെന്നും ഒക്കെ ദൈവം തമ്പുരാൻ നിയോഗിച്ചു, ആഗ്രഹിച്ച കാര്യങ്ങളാണ്. എന്നാൽ ദാവീദ് അതിനനുസരിച്ച് യുദ്ധം ചെയ്ത് നിന്നെങ്കിലേ അത് നേടിയെടുക്കാനൊക്കത്തുള്ളൂ. അത് പഠിപ്പിച്ചതാരാ? ദൈവം. അപ്പോൾ പരിശീലനം കൊടുത്തത് ദാവീദിന് അഭിഷേകം കിട്ടിയ നാൾ തൊട്ട് ശൗൽ ഓടിക്കാൻ തുടങ്ങി, കൊല്ലാൻ വേണ്ടി. അപ്പോൾ പല സ്ഥലങ്ങളിൽ കൂടെ കൊണ്ടുപോയി മരുഭൂമിയിലും ഗുഹയിലും യുദ്ധക്കളത്തിലും ഒക്കെ കൊണ്ടുപോയി പഠിപ്പിച്ച് എടുത്തു കഴിഞ്ഞിട്ടാണ് രാജാവാക്കി നിർത്തുന്നത്. അപ്പോൾ രാജാവാക്കി കഴിയുമ്പം യുദ്ധത്തിൽ മിടുക്കനായി മാറി, യുദ്ധം ചെയ്യുന്നത് നല്ല അറിവുള്ളവനായി മാറി. അതോടുകൂടി ദാവീദിൻ്റെ കാലം കഴിയുമ്പോഴത്തേക്ക് അവിടെ സമാധാനം വരുന്നുണ്ട്. എന്നാൽ ദാവീദ് ആലയം പണിയാൻ നേരത്തെ ദൈവം സമ്മതിച്ചില്ല. കാരണം അതിനുള്ള വിശുദ്ധി പോരാ. കർത്താവ് പറയും, ദൈവം പറഞ്ഞു, ഇല്ല, നീ രക്തം ചൊരിഞ്ഞിട്ടുള്ളതിനാൽ, ആവശ്യമില്ലാത്ത രക്തങ്ങൾ ചൊരിഞ്ഞിട്ടുള്ളതിനാൽ ആലയം പണിയുന്ന നിന്നിൽ നിന്ന് മാറ്റി നിൻ്റെ മകന്, നിൻ്റെ ആഗ്രഹം ഞാൻ മാനിക്കുന്നുണ്ട്, നീ കൊണ്ടുവച്ചിരിക്കുന്ന സാധനം എല്ലാം ഞാൻ കണ്ടു, ആലയം പണിയാനുള്ള തീഷ്ണത ഞാൻ മനസ്സിലാക്കി. പക്ഷേ ദൈവം പറഞ്ഞു അത് നിൻ്റെ മകനെ കൊണ്ട്, മകൻ്റെ ഗുണം കൊണ്ടൊന്നും അല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു വാഗ്ദത്തം മുൻപിലുണ്ടോ അതിനനുസരിച്ച് യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ജയിക്കാൻ കഴിവില്ലാത്തവന് ഓടി ഒളിക്കും. അപ്പോൾ ശൗല് പല പ്രാവശ്യം ഒളിച്ചോടി. ശൗലിനെ രാജാവായിട്ട് തീരുമാനിക്കുന്നതിന് മുൻപ് ശൗല് ഒളിച്ചിരുന്നു. അവിടുന്ന് പൊക്കിയെടുത്താണ് രാജാവാക്കിയാണ്. ഇടിൻമോണ്ട് മോശയെ വിളിച്ച് ദൈവം ഇസ്രായേൽ ജനത രക്ഷിക്കാൻ നേരത്ത് മോശ പറഞ്ഞു വിട്ടു. മോശ പറഞ്ഞു, ഞാൻ വിക്കനായി, എനിക്കിതൊന്നും നോക്കത്തെ. അപ്പം ആത്മീയ കോളത്തിൽ മുമ്പിൽ നിൽക്കുന്നവർ പലരും സ്വന്തം ഇഷ്ടത്തിലല്ല വന്ന് നിൽക്കുന്നത്, മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഈ ദൂത് പറയുമ്പോഴും അതിനകത്ത് നിൽക്കുമ്പോൾ ഒരു ആത്മാവിൻ്റെ ഒരു വലിയ ചങ്ങല അല്ലെങ്കിൽ ഒരു തീഷ്ണമായ കർത്താവിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് പലരും ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നതെന്ന് ഓർക്കണം. അവരെ മാനിക്കുക തന്നെ വേണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് മാനം കൊടുക്കണം. നിങ്ങൾ ഒരു പ്രവാചകനായിട്ട് സ്വീകരിച്ചാൽ നിനക്ക് പ്രതിഫലം കിട്ടും. അതല്ല നമ്മൾ ഈ അധികാരികളെ എപ്പോഴും നമ്മുടെ മേളിലിരിക്കുന്ന വിശുദ്ധന്മാരെയും അതുപോലെ നമ്മളെ അധികാരികളുള്ള ഉന്നത പദവിയിൽ അല്ലെങ്കിൽ പദവികളുള്ള ബിഷപ്പുമാരെ അവരൊക്കെ നമ്മൾ ഓരോരുത്തരും ഇപ്പം എവിടെ ചെന്നാലും അവരെയൊക്കെ കുറ്റം പറയുന്നതിന് ഒരു മടിയില്ല ആളുകൾക്ക്. അത് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, അവരിൽ ബലഹീനത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കും, അവർ ദൈവമാണ് ആക്കി നിർത്തി. അവരാരും പെർഫെക്റ്റ് അല്ല, സമ്മതിക്കുന്നു. പക്ഷെ ദൈവമാണ് അവരെ അവിടെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ആ സ്ഥാനത്തെ മാനിച്ച് വേണം നമ്മൾ വർത്തമാനം പറയാൻ. പ്രായം ചെന്ന പല ഭവനങ്ങളിൽ ചെല്ലുമ്പോഴും പ്രായം ചെന്നവർ അവരുടെ സഭകളിലുള്ള ഉന്നത പദവിയിലിരിക്കുന്നവർ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോഴൊക്കെ വളരെ സങ്കടം തോന്നാറുണ്ട്. അവരുടെ നന്മയൊന്നുമല്ല ഞാനീ പറയുന്നത്. ദൈവം അവരെ വെച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ബലഹീനത മറന്ന് അവരുടെ പദവിയെ മാനിക്കാൻ. ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും, ഭർത്താവിനെക്കാട്ടി കഴിവ് ഭാര്യയ്ക്ക് ചിലപ്പം കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഭർത്താവിൻ്റെ പദവിയില്ലേ, ആ പദവി മാനിക്കാൻ അവർ കടപ്പെട്ടിരിക്കണം. അമ്മയപ്പന്മാർ, അമ്മയ്ക്ക് സൗന്ദര്യം പോരാ, അല്ലെ കഴിവ് വരും എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ, അമ്മയെ മാനിക്കണം. അതൊക്കെ നമ്മൾ അറിഞ്ഞ് ഇതൊക്കെ കുടുംബങ്ങളിൽ പഠിപ്പിച്ച് കൊടുക്കണം. ദൈവത്തിൻ്റെ സത്യത്തിൽ കള്ളുകൂടിയനാണെന്നും പറഞ്ഞ് ഭർത്താവിനെ ഇട്ടേച്ച് വേറൊരാട് പറയുക, അതിലും വലിയ കള്ളുകൂടിയനായിരിക്കും ചിലപ്പം കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ ദൈവാത്മാവിൽ കാണുമ്പോഴേ ഇത് മനസ്സിലാക്കത്തുള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് വിവേചനം തരട്ടെ. ഞാൻ എടുക്കുന്ന വാക്യം, പ്രവചനത്തിനൊത്തവണ്ണം യുദ്ധം ചെയ്യുക. അങ്ങനെ ഒരു വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് പലരും എന്താണ് ഇത്ര വലിയ യുദ്ധം, ദൈവത്തോട് അടുത്തപ്പോൾ ഒത്തിരി പ്രശ്നം. ദൈവത്തോട് അടുക്കുമ്പം ദൈവം ഉയർത്താൻ നോക്കുമ്പം നീ റെഡിയായിട്ടില്ല. അതുകൊണ്ടാണ് വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. പുസ്തകം തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു.
പൗലോസ് ഏൽപ്പിച്ചു കൊടുക്കുക ഏതാണ്ട് കാര്യം എന്താണ്? നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഉണ്ടോ? നിനക്കൊരു വലിയ വിളിയുണ്ട്, പക്ഷേ നിൻ്റെ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവന്. ഇവിടെയാണ് നല്ല യുദ്ധസേവ. ഒരു യുദ്ധമുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഒരു പ്രവചനത്തിൻ്റെ അടുക്കൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ല പ്രവചനം കിട്ടുമെന്നും പറഞ്ഞ് പലരെ പ്രവചനം വിളിച്ച് പറഞ്ഞവരുണ്ട്. പക്ഷെ എത്ര എണ്ണം പ്രാപിച്ചെടുത്തിട്ടുണ്ട്? ദൈവം എത്ര വാഗ്ദത്തം നമ്മുടെ മേൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്ര എണ്ണം പ്രാപിച്ചെടുത്തിട്ടുണ്ട്? എൻ്റെ അമ്മ ജീവിതകാലത്ത് പുതിയതായിട്ടൊരു പ്രവചനം തന്നില്ലല്ലോ, ഒരു ദൂതും തന്നെ ദൈവം പറഞ്ഞ് തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു നോക്കാം, നീ പ്രാപിച്ചെടുത്തു എന്ന്. ഞാൻ പറഞ്ഞത് പ്രാപിച്ചെടുത്തു. അപ്പോൾ ഒരു യുദ്ധമുണ്ട്. അപ്പോൾ എന്നും യുദ്ധക്കളത്തിൽ യുദ്ധമില്ലാത്ത ജീവിതം ഇല്ല. ഒരു മീൻ പോലും ഒഴുക്കിനനുസരിച്ച് പോകുന്ന മീനാണ്, അതങ്ങ് പോകും. പക്ഷേ ഒഴുക്കിനെതിരായിട്ട് പോകുമ്പോഴാണ് ആ റെസിസ്റ്റൻസ് വരുന്നത്. നമ്മൾ ബോഡി ബിൽഡേഴ്സ് കണ്ടിട്ടില്ലേ? എക്സസൈസ് എത്ര മണിക്കൂറുകൾ അവർ അവിടെ ജിമ്മിൽ പോയി പ്രവർത്തിച്ചിട്ടാണ് ഓരോ അവയവങ്ങളും അവരുടേത് ബലമുള്ളതാക്കുന്നത്, ഇല്ലേ? അതുപോലെ നമ്മൾ നടക്കാതിരുന്ന് കുറച്ച് നാളിരുന്ന് നമ്മുടെ കാലുകൾക്ക് ബലമില്ല, ആ ബുദ്ധി വന്നിച്ചും പോകും. എന്താണ്? നമ്മുടെ മസിൽസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒക്കെ കാര്യങ്ങൾക്കും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനകത്ത് മുൻപോട്ട് കയറാനുള്ള ബലം കൂടെ അപ്പച്ചൻ തന്നിട്ടാണ് നമ്മൾക്ക് ഈ പ്രശ്നം അയച്ചു തരുന്നത്. അത് മനസ്സിലാക്കിയാൽ പ്രയാസമുള്ളതായിട്ട് നമ്മൾ പറയത്തില്ല. അതൊരു ചലഞ്ചായിട്ട് നമ്മുടെ സംസാര രീതി മാറും. ആ ഒരു ചലഞ്ച് നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അയ്യോ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവർക്ക് പ്രശ്നം നമുക്ക് വരും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല. ദൈവമാ പറഞ്ഞെങ്കിൽ അപ്പച്ചൻ പോകും, ഞാനങ്ങോട്ട് ധൈര്യമായിട്ട് പോയി പറഞ്ഞു വെച്ചു തരും, ബാക്കി ദൈവം ചെയ്യും എന്ന് വിചാരിച്ച് പോയാലോ വിജയം നിശ്ചയമല്ലേ? അതിനുള്ള പിന്നെ യുദ്ധം ചെയ്യേണ്ടിവരെയും പ്രാർത്ഥിക്കേണ്ടിവരെയും ആളുകളെയൊക്കെ നിയോഗിക്കുന്ന ദൈവമാണ്. നമ്മൾ ശൗല് രാജാവാകുന്നതിന് മുമ്പ് കഴുതയാണ് നഷ്ടപ്പെട്ട്. കഴുത നോക്കാൻ ഇറങ്ങിയവരെ ദൈവത്തിൻ്റെ വിളി, അതായത് മനുഷ്യൻ്റെ പ്രാർത്ഥനയും ശല്യം സഹിക്കാൻ വയ്യ ദൈവം പറഞ്ഞെന്ന് ആട്ട് ശൗലിനെ ആക്കി കളയാം. അങ്ങനെ ഈ ശൗലിനെ ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരിപ്പിക്കാൻ ഒരു കഴുതയെ കളയിപ്പിക്കേണ്ടത്. കഴുത അന്വേഷിച്ച് വന്നപ്പോഴാണ് ശൗലിനെ ശമൂവേൽ കാണുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ മുഖാന്തരം ദൈവം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, കർത്താവ് പ്രവർത്തിക്കുന്നു. യെശയ്യാ 61:7 പറയുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം ആൻഡ് ഐ വിൽ ഗിവ് യു ഓണർ. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം തരും. നമുക്കൊരു പ്രോഫസി ദൈവം തരുമ്പോഴേ യുദ്ധം വരുമ്പോൾ നമുക്ക് പല തോൽവികൾ സാധിക്കും. പക്ഷേ അവിടെയൊന്നും തോറ്റ് നിൽക്കരുത്, മുൻപോട്ട് കയറിപ്പോകെ അവസാനം ജയത്തിൻ്റെ കൊടി കാണും. ജയത്തിൻ്റെ കൊടി കാണുന്നിടം വരെ, അവിടെ എത്തുന്നിടം വരെയും കർത്താവിൽ തന്നെ ആശ്രയിച്ചിരിക്കണം. എപ്പോൾ ഒരു പ്രോഫസി കേട്ടോ, അന്ന് രാത്രിക്ക് മുമ്പ് തന്നെ യുദ്ധം തുടങ്ങും. ഞാൻ അനുഭവത്തിൽ വിളിച്ച് പറയുകയാണ്. അത് പ്രാപിച്ചെടുക്കാൻ നേരത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? അതുപോലെ തന്നെ സങ്കീർത്തനം 121:3, നിൻ്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല. ഞാൻ യുദ്ധത്തിലാണ് നിൽക്കുന്നത്, പക്ഷേ എൻ്റെ കാല് വഴുതുവാൻ സമ്മതിക്കത്തില്ല, കാക്കുന്നവൻ അവൻ ഉറങ്ങത്തില്ല. കാല് വഴുതാതിരിക്കണമെങ്കിൽ അവനോട് അടുത്തിരിക്കണം. പിന്നെ ചില സമയങ്ങളിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ്? പലരുടെയും ബന്ധനങ്ങൾ അഴിയുന്നതിന് മുമ്പ് ഒരു വീഴ്ച കാണാറുണ്ട്. അതൊരു പിക്യൂലിയർ സിറ്റുവേഷനാണ്. എനിക്ക് തന്നെ അത് എല്ലാം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പോയിട്ട് വേറൊരാളുടെ ബന്ധനം കഴിയുമ്പം എവിടെയെങ്കിലും അത് ഹേമിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നിടത്ത് ഞാൻ ചിലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വരുന്നത് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ആയിരിക്കാം, പക്ഷേ അത് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല, അത് തിരിച്ച് ഹേമിക്കും നമ്മൾ പറയുന്നവരുടെ മേൽ. എത്ര പേർ ചുമ്മാ പോയി വചനം പറയുന്നതും ആത്മാവിൽ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസം. പരിശുദ്ധാത്മാവിൽ പറഞ്ഞാൽ അത് നടന്നേ ഒക്കത്തുള്ളൂ. ജെറമ്യാ പ്രവാചകൻ 29:11 എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ പ്ലാനുണ്ട്, ആ പ്ലാന് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് ദൈവം തമ്പുരാൻ പറയുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചാണ് നമ്മൾ ഈ പേടിച്ചിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല. ഇത് പ്രധാനപ്പെട്ട വാക്യം, അതുകൊണ്ട് വായിക്കാണ്. ജെറമ്യാ 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ദൈവം സംസാരിക്കുന്നു. വായിക്കണം എടുത്ത് ജെറമ്യാ 29:11. പിന്നെ നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് നമ്മൾ ദൈവമാണ് റെസ്റ്റോർ ചെയ്യുന്നത്. കർത്താവിൻ്റെ ജോലി പൂർത്തിയാക്കുന്നിടം വരെയും ജീവിതകാലത്തിൽ യുദ്ധമുണ്ട്. യുദ്ധമില്ലെന്ന് ആരും വിചാരിക്കല്ലേ. അയ്യോ അവർക്ക് ആ കഷ്ടമെന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണേ,
നമ്മൾ അവരുടെ ഷൂസിലല്ലല്ലോ നിൽക്കുന്നത്. അവർക്ക് ഏതോ വലിയ കാര്യം നേടാനുള്ളത് കൊണ്ടാണെന്ന് പറയാമെങ്കിൽ അവർക്കും ഒരു ആശ്വാസം, നമുക്കും വിധിക്കാതെ. എൻ്റെ കണ്ണിലെ വലിയ കോലിരിക്കുമ്പോൾ മറ്റേ ആളുടെ കണ്ണിലെ ചെറിയ പൊടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട. നമ്മൾ മറ്റുള്ളവരെ ദൈവനാമത്തിൽ കാണാനുള്ള കൃപയുണ്ട്. അതായത് പുതിയ നിയമത്തിൽ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ കടന്നു ചെല്ലേണ്ടത്. എബ്രായ ലേഖനം 12:24 പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ അടുക്കലേക്ക് അത്രേ നാം വരേണ്ടത്. ഈ സ്പീക്സ് വിക്ടറി ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ക്രിസ്തുവിൻ്റെ രക്തത്താലെയാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ജയമെടുക്കുന്നത്. ആ വിശുദ്ധ രക്തത്തിൻ്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ അധികാരമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവേ, എന്നാ ശത്രു, എന്നാ കൂടോത്രം, എന്നാ ബലഹീനത ആളുകൾ വിളിച്ചു പറഞ്ഞാലും നിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ അതൊന്നുമില്ലെന്ന് എനിക്കറിയാം. ആ ഒരു ബലമാണ് നമ്മുടെ ബലം, ആ ഒരു ഉൾബലം. അത് എവിടുന്ന് വന്നാലും നമുക്ക് ഭാരമില്ല. കർത്താവേ, അത് നീ തന്നെയാണ് നയിക്കുന്നതെങ്കിൽ അതിന് യുദ്ധം ചെയ്ത് ജയിച്ച ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. പക്ഷേ ഓടിച്ച് ദ റൈച്വസ് റൺ അൺടു ഹിം ആൻഡ് ടേക്ക് ഷെൽട്ടർ അണ്ടർ ഹിം. നീതിമാന്മാർ യഹോവയുടെ പക്ഷത്തേക്ക്, അവൻ്റെ കൂടാരത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാന്മാർ നിൻ്റെ അടുക്കിലേക്ക് ഓടി വരും. വേറെങ്ങും പോകാൻ നീ വിടത്തില്ല, കർത്താവേ. അത് നിൻ്റെ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയിലേക്ക് കടന്നു വരാതെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ ഇവിടെ ഓടി നടന്ന് കർത്താവേ കാട് കയറുന്ന സ്വഭാവം ഏതൊരു മനുഷ്യനുമുണ്ട്. ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷമേ വെച്ച് പ്രത്യേകം പറഞ്ഞു. 1 ജീവവൃക്ഷം, 2 നന്മതിന്മയുടെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ജ്ഞാനം തന്നെ ലഭിക്കുന്ന വൃക്ഷം, നന്മയുടെ തിന്മയുടെ ട്രീ ഓഫ് നോളജ്. 2 വൃക്ഷം. 2 വൃക്ഷത്തിൽ ചോദിക്കാമായിരുന്നല്ലോ, എനിക്കിങ്ങനെ ടെംപ്റ്റേഷൻ വരുന്നുണ്ട്, ഈ വൃക്ഷത്തിൽ നിന്ന് ഫലം കഴിക്കാൻ എനിക്ക് തോന്നിക്കുന്നുണ്ട്, പിശാച് എന്നോട് എന്നും വന്ന് പറയണം. അതൊന്നും അവ പറഞ്ഞില്ല. അത് തന്നെയാണ് സ്ത്രീകൾ പറയേണ്ടിയപ്പം പറയാൻ മറന്നു പോകുന്നു, വേണ്ടാത്തപ്പം വിളിച്ചും പറയും. ഇത് ഞങ്ങളുടെയൊക്കെ ഒരു ബലഹീന സ്വഭാവമാണ്. അതുകൊണ്ട് കർത്താവേ, നിന്നോട് തന്നെ ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ചോദിക്കുകയാണ്, എങ്ങനെ ഒരു വിഷയമെടുത്ത് പ്രാർത്ഥിക്കണം. ആത്മാവിൽ ജയം തരാൻ തക്കണം നീ റെഡിയായിട്ട് നിൽക്കുമ്പോൾ വിഷയങ്ങൾ നിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേൾക്കാനും അത് പ്രവർത്തിച്ചെടുക്കാനും അത് അനുഗ്രഹമാക്കി മാറ്റാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്. നിൻ്റെ സന്നിധിയിൽ നിന്ന് അത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, അതിനെ പ്രശംസാവിഷയമാക്കുവോളം നിൻ്റെ സന്നിധിയിൽ നിന്ന് മാറാതെ നിന്ന് പ്രാർത്ഥിച്ച് അത് പ്രാപിച്ചെടുത്ത് നമുക്കും അനേകർക്കും ദൈവനാമത്തിൽ മഹത്വത്തിന് വേണ്ടി നന്മയാക്കി മാറ്റാൻ നീ കൂടെ നിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള കൃപ തരണം. നമ്മുടെ സാന്നിധ്യം പോകുമ്പം കർത്താവിൻ്റെ സാന്നിധ്യമായിട്ട് മാറണം. ഞങ്ങളെ നിന്നിൽ മറയ്ക്കണം കർത്താവ്. ഞങ്ങളുടെ അടുത്ത തലമുറകൾ ഈ അനുഗ്രഹത്തിന് നദിക്കകത്ത് ഒഴുകണം, അതിനകത്ത് കുളിച്ചു പൊങ്ങി വരണം കർത്താവ്. അത് അവിടുന്ന് ചെയ്യുന്നതിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് നഗ്നതയുടെ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ ശുദ്ധവും ശുഭ്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല മിടുക്കരായിട്ട് ജയാളികളായിട്ട് കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാണത്തിന് പകരം എൻ്റെ ലജ്ജയ്ക്ക് പകരം ഞാൻ ഇരട്ടിയായിട്ട് അനുഗ്രഹം തരുമെന്ന് കർത്താവിൻ്റെ ദൂതിപ്പോൾ കടന്നു വരുന്നതിന് നന്ദി. പക്ഷെ അത് പ്രാപിച്ചെടുക്കുന്നു, 2 കൈ നീട്ടി ഞങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.